ഉറപ്പായിട്ടും ഇത് കുട്ടികൾക്കും അതുമായിട്ട് ആ മേഖലയിൽ അവരുടെ തന്നെ പാരൻസിനും ഇതൊരു വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് സെഷനായിട്ട് തന്നെ മാറും. ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് പറയേണ്ടതുണ്ട്. ഇപ്പോൾ മിസ്റ്റർ അമീൻ അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ്, അതിൽ കൃത്യമായിട്ട് ഇൻഫർമേഷൻ തരും. ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്ക് ഞാൻ അവസരം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി എടുത്തു പറയാം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ നീറ്റ് സെഷനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ഇപ്പോൾ പല പാരൻസും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, ദുബായിൽ നീറ്റ് സെൻറ്റർ ഉണ്ടോ? ഈ കോവിഡ് സാഹചര്യത്തിൽ നാട്ടിൽ പോയിട്ട് നീറ്റ് എക്സാം എഴുതേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ പല പാരൻസും നമ്മളോട് വിളിച്ചിട്ട് കഴിഞ്ഞ സെഷനിൽ നമ്മളടുത്ത് അവർ കൺസേൺ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് വലിയൊരു സന്തോഷ വാർത്ത ഇതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ അറിയിക്കുകയാണ്. നമ്മളൊക്കെ അതിനു വേണ്ടി ഒരുപാട് സംസാരിച്ചതാണ്, പല സംഘടനകളും അതിനു വേണ്ടി സംസാരിച്ചതാണ്. വേൾഡിന്റെ ഭാഗത്തുനിന്ന് ഒരു പെറ്റീഷൻ, ഒരു വലിയൊരു മൂവ്മെന്റ് തന്നെ ഞങ്ങൾ UBL ലാസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സെഷനിലുള്ള എല്ലാവരും അതിൽ ജോയിൻ ചെയ്തു. കുട്ടികളും പാരന്റ്സും ഒന്നടങ്കം ആ ഒരു പെറ്റീഷൻ ഏറ്റെടുത്തു. ആ ഒരു പെറ്റീഷൻ ഞങ്ങൾ കോൺസുലേറ്റിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിലും അത് എത്തിച്ചു. അതിൽ എടുത്തു പറയേണ്ട കുറച്ച് എന്താ പറയുക വിശിഷ്ട വ്യക്തികളുണ്ട്. അതിൽ ഏറ്റവും ബഹുമാനപ്പെട്ട എംപിയുടെ ഒരു ഇടപെടൽ മൂലമാണ്. തൃശ്ശൂർ MP TM പ്രതാപൻ സാറാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലും എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യൻ കോൺസുലേറ്റ്, ഇന്ത്യൻ അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക സംഘടനകൾ, KMCC പോലെയുള്ള സംഘടനകളുടെ, ഇന്ത്യൻ അസോസിയേഷൻ, മറ്റ് സംഘടനകളുടെ കൂട്ടായ്മ, ഒരു എന്താ പറയുക ഒരു പ്രവാസികളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. എല്ലാവരും ഒത്തുപിടിച്ച സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ദുബായിൽ തന്നെ ഒരു എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു സെന്റർ വന്നു. ഞങ്ങൾക്ക് ഒത്തിരി മെസ്സേജസ് ആണ് എന്താ പറയുക അനുമോദിച്ചുകൊണ്ട് പാരന്റ്സും അതുപോലെ തന്നെ സംഘടനകളും. ആ ഒരു ഇനീഷ്യേറ്റീവ് ഞങ്ങൾ എടുക്കാൻ കാരണം സ്റ്റുഡൻസിന്റെ വിഷമം മനസ്സിലാക്കിയത് കൊണ്ടാണ്. പാരന്റ്സിന്റെയും ഫ്ലൈറ്റ് നാട്ടിലേക്കില്ല. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ബോഡീസിലൊക്കെ അറിയിച്ചത് കൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇടപെടൽ ഉണ്ടായിട്ട് നമുക്ക് ഇവിടെ സെന്റർ അനുവദിച്ചിട്ടുണ്ട്. ദുബായിലായിരിക്കും സെന്റർ വരുന്നത്. അപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനോട് ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് നാട്ടിലെ സെന്റർ നിങ്ങൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെന്റർ മാറ്റാൻ പറ്റും. ഓഗസ്റ്റ് 8 മുതൽ ഓഗസ്റ്റ് 12 തീയതി വരെയുള്ള ടൈമിൽ നിങ്ങൾക്ക് സെന്റർ മാറ്റി ദുബായ് സെന്റർ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്കാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഓഗസ്റ്റ് 6 വരെയാണ് ആപ്ലിക്കേഷൻ ഫോമിന്റെ ലാസ്റ്റ് ഡേറ്റ്. അതിന്റെ മുന്നേ നിങ്ങൾക്ക് ദുബായ് ചൂസ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ അതിനെടുത്ത് പറയേണ്ട വേറൊരു ഒരു ആളുകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മീഡിയകളുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് UBLന്റെ ഒരു ശ്രമം, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പലവട്ടം ഇപ്പോൾ UBLന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന UBLന്റെ ആളുകളുടെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആളുകളിലേക്ക് ഇത് റീച്ച് എത്തിക്കാൻ, അതായത് അധികാരികളിലേക്കും ആളുകളിലേക്കും പാരന്റ്സിലേക്കും ഒക്കെ ഇതിന്റെ ഒരു റീച്ച് എത്തിക്കാൻ ഒരുപാട് സഹായമായിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു അവസരം ഒരു സന്തോഷം നമ്മൾ എടുത്തു പറയാണ്. എന്തായാലും ഇന്ന് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ആ നീറ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് ആ ഒരു രീതിയിലുള്ള പരിശ്രമം, രജിസ്ട്രേഷനൊക്കെ ആ രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ ഈ പ്രവാസികളായിട്ടുള്ള ഈ വിദ്യാർത്ഥികൾക്ക് പാരന്റ്സ് വലിയൊരു ആശ്വാസം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രയാസം, ഈ പ്രത്യേകിച്ച് കോവിഡ് സാഹചര്യത്തിൽ അത് ഒഴിവാക്കിക്കൊണ്ട് നേരത്തെ കുവൈറ്റിൽ വന്നിരുന്നു, ഒപ്പം തന്നെ ഇപ്പോൾ ദുബായിലും കൂടി സെന്റർ അനുവദിച്ചിരിക്കുകയാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള മേഖലയിൽ ആഗ്രഹിക്കുന്ന കുട്ടികൾ അത് ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇരിക്കുമ്പോൾ അതിന് യാതൊരു പാരന്റ്സ് ഒക്കെ വിളിച്ച് നമ്മളോട് കൺസേൺ പറഞ്ഞാണ്, എങ്ങനെയാ നാട്ടിൽ പോകാൻ അറിയില്ല, കുട്ടികൾ വിഷമത്തിലാണ്, ഹസ്ബൻഡിന്റെ ജോലി പ്രോബ്ലം വരും, നാട്ടിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചെപ്പോഴാ വരാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു പരിശ്രമം കൊണ്ട് നമുക്ക് ഇവിടെ ഒരു സെന്റർ വന്നു. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഹൗ ടു ബിക്കം എൻ എഞ്ചിനീയർ. അപ്പോൾ നമുക്ക് 8ലും 9ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ഐ വാണ്ട് ടു ബിക്കം എൻ എഞ്ചിനീയർ. എങ്ങനെയാണ് ഒരു എഞ്ചിനീയർ ആവുക? പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് പഠിക്കുക? IIT പോലെയുള്ള, ഇപ്പോൾ IIT എന്ന് പറയുന്നത് തന്നെ നമ്മളെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് സുന്ദർ പിച്ചൈ ആയിരിക്കും, ഗൂഗിളിന്റെ CEO ആയിട്ടുള്ള. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ, ചേതൻ ഭഗത്, പ്രോമിനന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ IIT പ്രൊഡക്ട്സ് ആണ്. ഇന്ത്യയിൽ തന്നെ പബ്ലിക് ഫിഗേഴ്സ് എല്ലാം IIT പ്രൊഡക്ട്സുകളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെ ഹൗ ടു ബിക്കം എൻ IIT അല്ലെങ്കിൽ NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ കേരളയിലെ ഗവൺമെന്റ് കോളേജുകളിൽ എങ്ങനെ ഒരു സീറ്റ് കരസ്ഥമാക്കാം,
ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ സെഷൻ ത്രൂ ഔട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ ഡൗട്ട് ഇൻഡിവിജ്വലായിട്ട് ക്ലിയർ ചെയ്യും. ഇതൊരു ലൈവ് സെഷനാണ്. നിങ്ങൾ വിളിക്കുന്ന എന്താണോ ഡൗട്ട് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടിന് ഇന്ന് നിങ്ങൾ വിളിക്കരുത്. എഞ്ചിനീയറിംഗ് ആണ് ഇന്നത്തെ സെഷനിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ട്, യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റിൽ ഞങ്ങൾ നമ്പർ അവൈലബിൾ ആണ്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കൗൺസിലേഴ്സ് നിങ്ങളെ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദാറ്റ് ദേ വിൽ ഹെൽപ്പ്. മാത്രമല്ല അബുദാബിക്കാർക്ക് അബുദാബിയിലെ സെന്ററിൽ വിസിറ്റ് ചെയ്യാം. അബുദാബി ഹംദാൻ സ്ട്രീറ്റിലാണ് നമ്മൾ അബുദാബിയിൽ സെന്റർ ഉള്ളത്. ദുബായിലാണെങ്കിൽ കരാമയിലും കിസൈസിലും നമുക്ക് സെന്ററുകളുണ്ട്. നിങ്ങൾക്ക് അവിടെ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശം എടുക്കാവുന്നതാണ്. നമുക്ക് സ്ട്രേറ്റ് അവേ നമ്മുടെ പോയിന്റിലേക്ക് കടക്കാം. ജയുടെ ഹൗ ടു ബിക്കം എൻ എഞ്ചിനീയർ, അല്ലെങ്കിൽ എങ്ങനെ ഒരു എഞ്ചിനീയർ ആവാം. അപ്പോൾ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രോൾ ചെയ്യുന്നതാണ്, എൻജിനീയേഴ്സ് ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഡിഗ്രി എടുത്തത് കൊണ്ട് എനിക്കതൊരു പ്രയോജനമായിട്ടില്ല, ഈ എൻജിനീയറിംഗ് നല്ലൊരു കരിയർ ആണോ, ഇനിയിപ്പോൾ എൻ്റെ മകൻ ഒരു എഞ്ചിനീയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ജോലി കിട്ടുമോ? ഇപ്പോൾ നമ്മൾ മൂവീസിൽ കാണാൻ പറ്റും, ട്രോൾസിൽ കാണാൻ പറ്റും, സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക പൊങ്കാല ഇടുന്ന ഒരു കോഴ്സാണ് എഞ്ചിനീയർ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത്? ഇതിൻ്റെ ഒരു കാരണം വളരെ സിമ്പിളാണ്. സ്റ്റുഡൻസ് എഞ്ചിനീയർ ആവണമെന്ന് വിചാരിച്ച് അവർ എന്ത് ചെയ്യും, ഏതെങ്കിലും ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്നൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കരസ്ഥമാക്കും. നമ്മളൊരു എഞ്ചിനീയർ ആവണമെങ്കിൽ വി നീഡ് ടു ഡു അവർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഫ്രം ദ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള IIT-യിലുള്ള ഏതെങ്കിലും ഒരു എഞ്ചിനീയർ വെറുതെ നടക്കുന്ന അല്ലെങ്കിൽ ജോലി കിട്ടാതെ നടക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള ഗ്രാജുവേറ്റ് ജോലി കിട്ടാതെ നടക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് 3rd ഇയറിൽ തന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ക്യാമ്പസ് പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ 4th ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെ പ്ലേസ്ഡ് ആയിട്ടുണ്ടാവും. അത് തന്നെ ലോകത്തിലെ പ്രീമിയം കമ്പനീസ് ആണ് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലെയുള്ള കമ്പനീസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മെക്കാനിക്കൽ ഫീൽഡിലാണെങ്കിൽ ആ ഒരു ഫീൽഡിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള കമ്പനീസ് ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 8th, 9th, 10th ഒരു 8th ഗ്രേഡ് നിന്നാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്തിനാണ്, വൈ വി നീഡ് ടു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ ഫ്രം 8th ഗ്രേഡ്? സ്റ്റുഡൻസും പാരൻസും പറയാറുണ്ട് ഇത് ചെറിയ ഏജ് അല്ലേ, ഇപ്പം തന്നെ കുട്ടികളെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുക്കുന്നതാണോ? അങ്ങനെയല്ല, കുട്ടികൾക്ക് ഹെക്റ്റിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 11th-ലും 12th-ലും എത്തിയ സമയത്ത് അവരെ കൊണ്ട് നിങ്ങൾ 11th-ലും 12th-ലെ പോർഷൻ തന്നെ ചെക്ക് ചെയ്താൽ മതി. ഓവറോൾ 98 or 100 ചാപ്റ്റേഴ്സോ സയൻസിൽ വരുന്നുണ്ട്. അതെ, ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ മാത്തിലാവുമ്പോൾ പറയും വേണ്ട. അപ്പോൾ ഇതൊക്കെ കൂടി അതിൻ്റെ കൂടെ ജെയുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കീമിൻ്റെ പ്രിപ്പറേഷൻ, വേറെ എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ കുട്ടികൾക്ക് പോസിബിൾ ആവില്ല. അപ്പോൾ ചെറിയ ഏജ് മുതൽ അവരെ പ്രോപ്പറായിട്ട് നേർച്ചർ ചെയ്ത് അവർക്ക് പ്രോപ്പറായിട്ട് ക്ലാസ് കൊടുത്ത് കരിയർ കൗൺസിലിംഗ് സെഷൻസ് കൊടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ടാകും, ഓക്കെ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാമിനേഷൻ ആണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ഏജ് എന്ന് പറയുന്നത്, റൈറ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് 8th ഗ്രേഡാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു 8th ഗ്രേഡിലെ കുട്ടി JEE അല്ലെങ്കിൽ കീം, VIT, EEE, SRM കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. അവർ സ്കൂളിൽ പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത്, ഈ 3 സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇപ്പം 8th, 9th, 10th-ലും സയൻസ്, മാത്ത് എന്നാണ് പറയുന്നത്, ഈ ഒരു സബ്ജക്റ്റിൽ നല്ല തറോ ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു 60 to 70% അവരെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ബാക്കി ഒരു 30% ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഹോട്ട്സ് ലെവലിൽ പ്രാക്ടീസ് ചെയ്യണം, ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽ ലെവലിൽ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് 10th ഗ്രേഡ് ആവുന്ന സമയത്ത്, 10th ആണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്, 10th-ന്ന് 11th-ലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ സ്ട്രീം ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത് ആണ് നമ്മൾ 11th ഗ്രേഡിൽ സെലക്ട് ചെയ്യേണ്ടത്. ഈ സെലക്ഷൻ്റെ സമയത്ത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും അത് പല പാരൻസും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ എഞ്ചിനീയറിംഗിന് പോകുന്ന ആളുകളുടെ സെലക്ഷൻ തെറ്റാറുണ്ട്, മെഡിസിന് പോകുന്ന ആളുകൾ ചിലപ്പോൾ ഈ സെലക്ഷൻ ഒരിക്കലും നിങ്ങൾ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, പാരൻഷ്യൽ ഇൻഫ്ലുവൻസ് കൊണ്ട് സ്ട്രീം എടുക്കരുത്. അതുകൊണ്ടാണ് ഏർലി ഏജിൽ തുടങ്ങാൻ പറയുന്നത്. അഥവാ ഇപ്പം 10th ഗ്രേഡിലെ കുട്ടികളാണെങ്കിൽ സ്ട്രീം കൺഫ്യൂഷൻ ആണെങ്കിൽ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ കരിയർ കൗൺസിലിംഗ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും വിളിക്കാം, ഞങ്ങൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡിവിജ്വലി ഓരോ കുട്ടികൾക്കും പറഞ്ഞു തരും. അപ്പം സ്ട്രീം സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് 10th ഗ്രേഡ് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് 11th-ഉം 12th-ലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രൻസ് പ്രിപ്പറേഷൻ തന്നെ നിങ്ങൾ ചെയ്യണം. കാരണം ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT-യിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ 2 എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. ആദ്യം ജെഇ മെയിൻ എഴുതി ക്വാളിഫൈ ആവുന്ന ഇനീഷ്യൽ സ്റ്റുഡൻസിന് മാത്രമേ ജെഇ അഡ്വാൻസ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ IIT-യിലെ സീറ്റ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ്. ഏകദേശം ഒരു 16,500 സീറ്റ്സ് മാത്രമേ ലാസ്റ്റ് റിപ്പോർട്ട് പ്രകാരം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിനേഷൻ അല്ലെങ്കിൽ ഈ പ്രാവശ്യം ഓരോ എക്സാമിനേഷൻ നമുക്ക് ഫെബ്രുവരി മുതലുള്ള എക്സാമിനേഷനൊക്കെ എഴുതിയ കുട്ടികളെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 7 ലക്ഷത്തോളം സ്റ്റുഡൻസ് ആണ് പെർ എക്സാമിനേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എന്തായാലും എടുക്കുന്ന സമയത്ത് ഒരു 8 to 9 lakh സ്റ്റുഡൻസ് ഓവറോൾ എഴുതിയിട്ടുണ്ടാവും. ഈ 9 lakh സ്റ്റുഡൻസ് ഇനീഷ്യലി ക്വാളിഫൈ ആവുന്ന 2,50,000 സ്റ്റുഡൻസിന് മാത്രമാണ് ജെഇ അഡ്വാൻസ് എഴുതാൻ പറ്റുള്ളൂ. ഈ 2,50,000 16,000 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 16,500 സ്റ്റുഡൻസിന് മാത്രമേ IIT-യിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ക്രൂട്ടിനി പ്രോസസ്സാണ്, ഒരു ഫിൽട്രേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ആ ഒരു ഫിൽട്രേഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് IIT അഡ്വാൻസ് എക്സാം നല്ല രീതിയിൽ പാസ്സാവുന്ന കുട്ടികൾക്ക് ഇപ്പോൾ IIT ഇപ്പോൾ അല്ലാതെ തന്നെ ഇപ്പോൾ ഐസർ നല്ലൊരു ഓപ്ഷനാണ്, അതുപോലെ തന്നെ IIST നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് സാധ്യതകളാണ് ഈ മേഖലയിൽ കുട്ടികൾക്കുള്ളത്. ഏറ്റവും നന്നായിട്ട് കൃത്യമായിട്ട് പരിശീലനം കിട്ടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരിശീലനം നേടുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ 11th ഗ്രേഡ് മുതൽ നമ്മൾ പ്രോപ്പറായിട്ട് എൻട്രൻസ് എന്നുള്ള രീതിയിൽ തന്നെ അതിൻ്റെ കോച്ചിങ് എടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു 16,500 ലിസ്റ്റിലൊക്കെ എത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു നോർമലൊക്കെ ഞാൻ CBSE എക്സാം എഴുതുന്നത് പോലെ പോയി എഴുതിയാൽ കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവുന്ന ഒരു എക്സാമിനേഷൻ അല്ല ജെഇ മെയിൻ അല്ലെങ്കിൽ കേരളയുടെ ഗവൺമെൻറ് എൻട്രൻസ് എക്സാമിനേഷൻ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം ജെഇ മെയിനെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. ജെഇ മെയിൻ എന്ന് പറയുന്നത് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻ. ഈ ഒരു എക്സാമിനേഷനിൽ നമുക്ക് 75 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 25 ഫ്രം ഫിസിക്സ്, 25 ഫ്രം കെമിസ്ട്രി ആൻഡ് 25 ഫ്രം മാത്ത്. അപ്പോൾ 25 ക്വസ്റ്റ്യൻ 11th നിന്നാണോ വരുന്നത് അല്ലെങ്കിൽ 12th നിന്നാണോ വരുന്നത്, ഇതാണ് കുട്ടികൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് 11th-ലെയും 12th-ലെയും ഫിസിക്സ് എന്നാണ് 25 ക്വസ്റ്റ്യൻ, കെമിസ്ട്രി 25 ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ മാത്ത് 25 ക്വസ്റ്റ്യൻ. ഇങ്ങനെ 75 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ഈ പ്രാവശ്യം ജെഇ മെയിൻ എക്സാമിനേഷൻ 4 പ്രാവശ്യമാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൽ ഫെബ്രുവരി 23-നായിരുന്നു ആദ്യത്തെ എക്സാമിനേഷൻ, മാർച്ച് 15-ന് രണ്ടാമത്തെ എക്സാമിനേഷൻ, പിന്നെയുള്ളായിരുന്നത് ഏപ്രിൽ 27, മെയ് 24. പക്ഷേ ഏപ്രിലെ മെയിലെ എക്സാമിനേഷൻ കോവിഡ് കാരണം നടത്തിയിട്ടില്ലായിരുന്നു. ആ ഒരു എക്സാമിനേഷൻ ഈ മാസമാണ് നടക്കുന്നത്. ജൂലൈ 25, അതായത് നാളെ മുതൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. ജെഇ മെയിന് 2 അറ്റംപ്റ്റ് ചെയ്ത സ്റ്റുഡൻസ് നിങ്ങൾക്ക് 3ഉം 4ഉം അറ്റംപ്റ്റ് ചെയ്യാം. അതൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ചാൽ 2 അറ്റംപ്റ്റ് നടത്തിയ ആളുകൾ ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. തീർച്ചയായിട്ടും 4 അറ്റംപ്റ്റും അവർക്ക് നടത്താം, 4 എക്സാം അവർക്ക് എഴുതാം. ബെസ്റ്റ് ഓഫ് അതിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് അവർക്ക് അതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ 4 എണ്ണത്തിൽ നമുക്ക് ട്രൈ ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആണ് അവർ അതിലെടുക്കുന്നത്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും 4 എക്സാമിനേഷൻ എഴുതി ഇപ്പോൾ ആദ്യത്തെ എക്സാമിനേഷൻ നല്ല മാർക്ക് കിട്ടി, 2ഉം 3ഉം 4ഉം കുറവാണെങ്കിൽ ആദ്യത്തെ സെലക്ട് ചെയ്യാം. വൈസ് വേഴ്സയാണ്, ഏതാണ് ഇപ്പോൾ ലാസ്റ്റിലാണ് മാർക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണോ നല്ല മാർക്ക് കിട്ടുന്നത് അപ്പോൾ 4 അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന യൂണിക് വേൾഡിന്റെ ഭാഗത്ത് നിന്ന് അഡ്വൈസ് ചെയ്യുന്നത് സ്റ്റുഡൻസ് 4 എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. കാരണം നമുക്ക് ചില സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏതിനാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ മാക്സിമം എന്താ പറയുക ഓപ്ഷൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്ത് എക്സാമിനേഷൻ എഴുതണം. തീർച്ചയായും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു പ്രോസസ്സാണ്. ജെഇ മെയിൻ എക്സാമിനേഷൻ്റെ ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അതിൻ്റെ അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഇപ്പോൾ ചില 1-2 കുട്ടികൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3-4 എക്സാമിനേഷൻ ഇന്നലെയൊക്കെ അത് വിളിച്ചത്, സാർ എനിക്ക് എക്സാമിനേഷൻ എഴുതണം, പക്ഷെ ഓൾറെഡി നിങ്ങൾ ലേറ്റ് ആയിപ്പോയി. കാരണം അതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ മന്ത് ബിഗിനിങ്ങിൽ 8 മുതൽ ആ ടൈമിലായിരുന്നു അതിൻ്റെ നിങ്ങൾക്ക് രണ്ടാമതും അതിൻ്റെ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ള ഡേറ്റ്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ മിസ്സായിപ്പോകും. കാരണം ഈ ഒരു ഇൻഫർമേഷൻസ് ഒന്നും സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടാറില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു യൂണിക് വേൾഡ് എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് അവർക്ക് മെസ്സേജ് വഴി നമ്മളെ വാട്സാപ്പിൽ കൂടെ അതേപോലെ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ വഴി. അപ്പോൾ ഞങ്ങളെ സ്റ്റുഡൻസ് ഒരു കാര്യവും മിസ്സാവാറില്ല, അവരെല്ലാം പ്രോപ്പറായിട്ട് അപ്ഡേറ്റഡ് ആണ്, പ്രോപ്പറായിട്ട് അവർക്ക് അറിയാം കാര്യങ്ങൾ. അങ്ങനെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം മിസ്സായിപ്പോകും. മാത്രമല്ല നമ്മളെല്ലാം കൂടുതൽ ഞങ്ങൾ യൂണിക് എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യും കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പിള്ളേരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ മേഖലയിലുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
പലപ്പോഴും ഒരു ക്വാളിഫയിങ് എക്സാം ആയിട്ടുള്ള ഒരു ബോർഡ് എക്സാം എന്ന രീതിയിൽ മാത്രമല്ല ഞങ്ങൾ കൃത്യമായിട്ട് ഈ കോമ്പറ്റേറ്റീവ് എക്സാം അതാണ് കുറച്ചും കുട്ടികൾക്ക് ടഫ്. അതാണ് അവരിൽ കോമ്പറ്റേറ്റീവ് എക്സാം ഏറ്റവും ബെസ്റ്റായി പാസ്സാവുന്ന ആളുകൾക്കാണ് അവർ ലൈഫിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കൃത്യമായ ഗൈഡൻസ് കൊടുക്കും. വെബ്സൈറ്റുകൾ നമുക്കറിയാം, കുറെ വെബ്സൈറ്റുകളിലൊക്കെ നമുക്ക് പല ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിൽ ഏതാ റിലേ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ യൂണിക് വേൾഡ് എഡ്യൂക്കേഷന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ അപ്ഡേഷൻസും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലുണ്ട്. ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ഓരോ എക്സാമിനേഷന് ഡേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ലൈവ് ആണ്. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് IIT, NIT, VIT ഏത് എക്സാം, ഏത് കോളേജുകളിലെ അഡ്മിഷനോ കാര്യങ്ങളോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ അസ് ആൻഡ് വി ക്യാൻ പ്രൊവൈഡ് ദ പ്രോപ്പർ ഇൻഫർമേഷൻസ്. അപ്പോൾ നമ്മളൊരു ബ്രേക്കിന് ശേഷം അടുത്ത JEE അഡ്വാൻസിനെ കുറിച്ച് നമുക്ക് ആ നമ്പർ ഒന്നും കൂടി നോട്ട് ചെയ്യാം. 0423822491 എന്ന നമ്പറിലേക്കാണ്. ഇതൊരു ലൈവ് ആണ്. ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ പത്മകുമാർ, ശാന്തി വെൽനസ് ആയുർവേദിക് മെഡിക്കൽ സെന്റർ ദുബായ് ബ്രാഞ്ചിലെ ആയുർവേദിക് കൺസൾട്ടന്റ് ആണ്. നടുവേദനയും അതിൻ്റെ ആയുർവേദ പരിഹാരങ്ങളെക്കുറിച്ചും സംസാരിക്കുവാനായി ഞാനുണ്ടാകും നിങ്ങളുടെ കൂടെ ഇന്നുച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെ UBL HDയിൽ. പാരമ്പര്യ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയും മർമ്മ ചികിത്സാരീതികളും യോഗയുടെ സാധ്യതകളും കൂട്ടിയിണക്കിയ ചികിത്സാരീതി. ഒരു ദശാബ്ദത്തിന്റെ അനുഭവ പരിചയവുമായി ശാന്തി വെൽനസ് ആയുർവേദിക് മെഡിക്കൽ സെന്റർ ദുബായ് ആൻഡ് ഷാർജ. ശാന്തി വെൽനസ്, ട്രീറ്റ് ദ കോസ്, നോട്ട് ദ സിംപ്റ്റംസ്. റൈറ്റ് കരിയറിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞത് JEE മെയിൻ എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്. അപ്പം NIT അതേപോലെ IIIT പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ JEE മെയിൻ മാത്രം എഴുതിയാൽ മതി. JEE അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. JEE അഡ്വാൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് റൗണ്ട് എക്സാമിനേഷനാണ്. JEE എക്സാമിനേഷനിലെ സെക്കൻഡ് റൗണ്ട് എക്സാമിനേഷനാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമാണ് IITയിലേക്ക് നമുക്ക് അഡ്മിഷൻ പോസിബിൾ ആവുള്ളൂ. ഇനി JEEയുടെ പേപ്പർ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 സെക്ഷൻസ് തന്നെയാണ്. JEE മെയിൻ പോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഓരോ സെഷനിലും 18 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ടോട്ടൽ മാർക്ക് വരുന്നത് 306 ആണ്. ഓരോ പേപ്പറും നമുക്ക് 183 മാർക്സ് ആണ് വരുന്നത്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 hours തന്നെയാണ്. അപ്പോൾ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ആദ്യം JEE മെയിൻ എക്സാമിനേഷൻ എഴുതണം. രണ്ടാമത് JEE അഡ്വാൻസ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ പോസിബിൾ ആവുള്ളൂ. ഇനി നമുക്ക് പറയേണ്ടത് കേരളയിൽ ഒത്തിരി എഞ്ചിനീയറിംഗ് കോളേജസ്, ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒത്തിരി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ് അവൈലബിൾ ആണ്.
എങ്ങനെയാണ് കേരളയിൽ ഒരു ഗവൺമെൻറ് കോളേജസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുക? കേരളയിലുള്ള ഗവൺമെൻറ് കോളേജസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കീം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമാണ് പോസിബിൾ ആവുള്ളൂ. എന്താണ് കീം എക്സാമിനേഷൻ? കേരള ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷനാണ്. ഈ ഒരു എക്സാമിനേഷൻ ഇതിൻ്റെ ചുമതലയുള്ളത് കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. സ്റ്റേറ്റ് ബോർഡല്ല ഇത് നടത്തുന്നത്, കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് കീം എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത്. ഈ പ്രാവശ്യത്തെ കീമിന്റെ ഡേറ്റ് ഓൾറെഡി അനൗൺസ് ചെയ്തു, അപ്ലിക്കേഷൻ ഓൾറെഡി ക്ലോസ് ചെയ്തു. കുട്ടികൾക്ക് ഇവിടുന്ന് തന്നെ ദുബായിൽ നിന്ന് തന്നെ എക്സാമിനേഷൻ സൗകര്യമുണ്ട്. അതെ, കഴിഞ്ഞ പ്രാവശ്യം എക്സാമിനേഷൻ നടന്നത് അവിടെയുള്ള ഗറൂദിലുള്ള ഇന്ത്യൻ സ്കൂളിൽ വെച്ചിട്ടാണ്. ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കീമിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 5-ാം തീയതിയാണ് കീമിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പം കേരളയിലെ ഒരു ഗവൺമെന്റ് കോളേജിൽ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ടത് കീം എക്സാമിനേഷനാണ്. പക്ഷെ യൂഷ്വലി യുണീക്ക് വേൾഡിന്റെ എഡ്യൂക്കേഷന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ കുട്ടികളോട് പറയാറ്, നിങ്ങൾ എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും എഴുതണം. അതായത് ജെയ് മെയിൻ അല്ലെങ്കിൽ ജെയ് അഡ്വാൻസ് എന്ന് പറയുന്നത് ഞങ്ങളൊരു ഭാഷയിൽ പറയുന്നത് ഫാദർ ഓഫ് ഓൾ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് അല്ലെങ്കിൽ ലോകത്തിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ ജെയ് മെയിൻ ജെയ് അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം. ഗോഡ് ഫോർബിഡ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല അതിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഒരു ഹൈ എൻഡ് ലെവൽ പ്രിപ്പറേഷൻ ആയിരിക്കും. ഒരു ജെഇ ഒരു മെയിൻ അഡ്വാൻസ് ലെവൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഒരു കീമൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം അതിൻ്റെ ഒരു പ്രിപ്പറേഷനും അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് എല്ലാം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, കുറച്ചുകൂടി ടഫാണ്. അപ്പോൾ ആ ലെവലിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളയിൽ മാത്രം ആഗ്രഹിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാ പിന്നെ ഒരു പാറ്റേൺ ഒരു പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അഡ്വൈസ് എക്സാമിനേഷന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഡ്യൂറേഷൻ 2 hours and 30 minutes ആണ്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പേപ്പർ 1 പേപ്പർ 2 ആയിട്ട് വരും. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പേപ്പർ 1 ആണ്, മാത്തമാറ്റിക്സ് പേപ്പർ 2 ആണ് വരുന്നത്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് 120 ക്വസ്റ്റ്യൻസ് ആണ്. പേപ്പർ 2 മാത്തമാറ്റിക്സിൽ 120 ക്വസ്റ്റ്യൻസ് ആണ്. ജെയ് മെയിൻ പോലെ തന്നെ +4-1 ആണ് മാർക്കിംഗ് സ്കീമായിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞത് എഞ്ചിനീയറിംഗ് ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും എഴുതണം. ജെയ് മെയിൻ എഴുതണം, ജെയ് അഡ്വാൻസ് എഴുതണം, കീം എക്സാമിനേഷൻ എഴുതണം, VIT EEE എഴുതണം, അതേപോലെ ബാക്കിയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെ എക്സാമിനേഷൻ എഴുതണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിരിക്കും. നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല, അറ്റ്ലീസ്റ്റ് വി ഹാവ് കപ്പിൾ ഓഫ് ബാക്കപ്പ് പ്ലാൻസ്. പിന്നെ അതുപോലെ തന്നെ UAE-ലുള്ള സ്റ്റുഡൻസിന് നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോട്ട അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ചിലപ്പോൾ അറിയായിരിക്കും, അല്ലെങ്കിൽ അധികം സ്റ്റുഡൻസിന് അറിയാത്തൊരു കാര്യമാണ്. അതെന്താ പറയുന്നത്, ദാസ എന്നാണ്, ഡയറക്റ്റ് അഡ്മിഷൻ സ്റ്റുഡൻറ് അബ്രോഡ്. അപ്പം ദാസ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ദാസ വഴി കുട്ടികൾക്ക് ഇന്ത്യയിലെ IIT ഒഴികെയുള്ള സെൻട്രൽ ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ പോസിബിൾ ആണ്. അപ്പോൾ ദാസ എന്താണ് ദാസ? സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്നത്, സാർ ദാസ എന്താണ്? എൻ്റെ കൂട്ടുകാർ പറയുന്നത് കേട്ടു. അപ്പോൾ ദാസയിൽ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത് NIT-യിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആർക്കിടെക്ചർ കരിയർ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ SPA ഭോപ്പാൽ, SPA കീഴിലുള്ള 3 കോളേജസും നമ്മളെ ദാസയുടെ അണ്ടറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതർ പ്രീമിയം ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് ദാസയുടെ വെബ്സൈറ്റ് ദാസ 2021 അടിച്ചു കഴിഞ്ഞാൽ ദാസയുടെ വെബ്സൈറ്റിൽ അവരത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ നിങ്ങൾ ഇൻഫർമേഷൻ എടുക്കാൻ ശ്രമിക്കണം. ഒബ്വിയസ്ലി അത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുക, നിങ്ങളുടെ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് എപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷനെ പോലത്തെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കരിയർ എക്സ്പേർട്ടുകളുടെ സർട്ടിഫൈഡ് കരിയർ എക്സ്പേർട്ടുകളുടെ അഡ്വൈസ് എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാസ എന്ന് പറയുന്നത് MHRD മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ്, MHRDയുടെ കീഴിൽ കുട്ടികൾക്ക് UAE അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തുള്ള കുട്ടികൾക്കുള്ള ഒരു ആനുകൂല്യമാണ്. നമ്മൾ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. കാരണം ഇന്ത്യയിലുള്ള സാഹചര്യം പോലെയല്ല ഇവിടെ ഇൻഫർമേഷനും കാര്യങ്ങളും അതേപോലെ തന്നെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ അറിയാം, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ കോട്ട നമുക്ക് അറേഞ്ച് ചെയ്തത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീ റിമെയിൻ ദ സെയിം.
NRI കോട്ട പോലെ വലിയ ഇപ്പം MBBSന്റെ NRI കോട്ട ഫീസ് എന്ന് പറയുന്നത് 20 to 25 lakhs per year വരും. പക്ഷെ ദാസയുടെ അണ്ടറിലാണെങ്കിൽ ആ ഒരു സ്കീം ഫീസ് റെഗുലർ ജോസ വഴി അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് ദാസയുടെ ഫീസും വരുന്നത്. അപ്പം അതിൽ തന്നെ നമുക്ക് ശ്രദ്ധയായിട്ടുള്ള ഒരു കാര്യമാണ് CIWG. ദാസയുടെ അണ്ടറിലുള്ള സ്കീമാണ് CIWG സ്കീം. CIWG സ്കീമിൽ നമുക്ക് ഏകദേശം ഒരു 8 ഗൾഫ് കൺട്രീസ് വരുന്നുണ്ട്. UAE അതിലുണ്ട്. UAE, ഖത്തർ, സൗദി, ഒമാൻ, ഇറാൻ, ഇറാഖ് പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ CIWGയുടെ അണ്ടറിലാണ് വരുന്നത്. ബേസിക്കലി ദാസയുടെ അണ്ടറിൽ CIWG ഉണ്ട്, നോൺ സാർക്ക് രാജ്യങ്ങളുണ്ട്, സാർക്ക് രാജ്യങ്ങളുണ്ട്, പിന്നെ CIWG ആണ് വരുന്നത്. അപ്പൊ നമുക്ക് CIWG ആണ് ദാസയുടെ അണ്ടറിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീ ആനുവൽ വരുന്നത് 62,500 INR ആണ്. നമ്മൾ ഏകദേശം നോക്കുകയാണ് ഒരു 3,000 ദിറംസ് 3,500 ദിറംസ് ആണ് പെർ ഇയർ കുട്ടികൾക്ക് സെമസ്റ്റർ ഫീസ് ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മെയിൻ എക്സാമിനേഷന്റെ റിസൾട്ട് വെച്ചിട്ടാണ് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ്. കാരണം മുമ്പ് മെയിൻ അല്ല, ഇപ്പൊ ആ മെയിൻ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് മെയിന് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ലെവലിലുള്ള ഒരു കോച്ചിങ്, പിന്നെ ആ ഒരു ലെവലിലുള്ള പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ. അതെ. അപ്പം CIWG സെലക്ട് ചെയ്ത് കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് മെയിൻ അഡ്വാൻസ് ആവശ്യമില്ല, മെയിൻ എഴുതി സാധാരണ കുട്ടികൾ സീറ്റ് അലോക്കേഷൻ ചെയ്യാറ് ജോസ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്, ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി. അപ്പോൾ നമ്മൾ ജോസയുടെ വെബ്സൈറ്റിലല്ല ചെയ്യേണ്ടത്, നമ്മൾ ദാസയുടെ വെബ്സൈറ്റിലാണ്. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടികൾ കോമൺ ആയിട്ട് ഒരു ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻ ആണ്, സർ ഞാൻ ദാസയിൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് ജോസയിലും കൂടി ചെയ്യാൻ പറ്റുമോ? ചെയ്യാം, നമുക്ക് ദാസയിൽ കൂടി അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ജോസ വഴിയും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാസയുടെ അണ്ടറിൽ IIT വരുന്നില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT ദാസയുടെ അണ്ടറിൽ വരുന്നില്ല. NIT, IIIT പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് വരുന്നത്. IITയിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിൻ എഴുതണം, അഡ്വാൻസ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമേ നമുക്കിത് പോസിബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എടുത്തു പറയേണ്ട ഒരു സ്ഥാപനം എന്ന് പറയുന്നത് VIT ആണ്, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. NITയോടൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ ലെവൽ ഓഫ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഏറ്റവും കൂടുതൽ കുട്ടികൾ നിങ്ങൾ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുന്ന സമയത്ത് 100% പ്ലേസ്മെന്റ് എന്നുള്ള ബോർഡ് കണ്ടിട്ട് നിങ്ങൾ ആരും അത് സെലക്ട് ചെയ്യരുത്. ഓക്കെ, 100% പ്ലേസ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് എത്ര കുട്ടികൾക്ക് ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ജോലി കിട്ടിയത്. ചിലപ്പോൾ 100% പ്ലേസ്മെന്റ് ഉള്ളത് BPO കോൾ സെന്ററിലായിരിക്കും. ഞാൻ കോൾ സെന്ററിനെ കുറച്ച് പറയുന്നില്ല, പക്ഷെ നമ്മൾ പഠിച്ചൊരു പ്രൊഫഷൻ അല്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ പഠിച്ചതിന് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥാപനത്തിൽ നമുക്ക് 100% പ്ലേസ്മെന്റ്, ഇപ്പോൾ എല്ലാ കോളേജസിന്റെ മുന്നിൽ വലിയൊരു ബോർഡ് ഉണ്ടാവും 100% പ്ലേസ്മെന്റ്. കോൾ ഉണ്ട്, ഞാൻ തിരിച്ചു വരാം. ഹലോ, ഹായ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഇതിപ്പം ദാസയുടെ കാര്യം പറയുന്ന കേട്ടു, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം നാട്ടില് എഞ്ചിനീയറിംഗ് കോളേജസിന് വേണ്ടിയിട്ട്. അപ്പം 12th വരെ ഇവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടോ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി? 12th വരെ ഇവിടെ കണ്ടിന്യൂ ചെയ്യണം. അതെ, കേൾക്കാമേ? ഹലോ, പറയുമേ, 12th വരെ ഇവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടോ? 12th വരെ ഇവിടെ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ അബ്രോഡ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ദാസയുടെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുള്ളൂ. അതെ. ഹലോ, കേൾക്കാവോ മാം? നിങ്ങൾ അവിടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാവോ? വോളിയം കുറച്ച് വെച്ചേക്കുക. 12th വരെ ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ? 11th ഗ്രേഡും 12th ഗ്രേഡും UAE പഠിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പഠിച്ചാൽ മാത്രമേ ദാസയുടെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയായിരുന്നു. നാട്ടിലേക്ക് പോവാണോ? ഓൾറെഡി 9th തൊട്ട് നാട്ടിലാ മോൻ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പം ഓക്കെ, 9th മുതലാണെങ്കിൽ നമുക്ക്
ദാസ എവിടെയാണ് ഇപ്പൊ ഓൾറെഡി നാട്ടിലാണോ പഠിക്കുന്ന കുട്ടി? മോൻ ഇവിടുന്ന് അറ്റൻഡ് ചെയ്യുന്നത്, പക്ഷെ നാട്ടിലെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തേക്കാം. നാട്ടിലെ സ്കൂളിൽ അഡ്മിഷൻ 9 മുതലേ നാട്ടിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ 9th തൊട്ട് നാട്ടിൽ നിന്നാ. ഇപ്പൊ 11th ആണ് അല്ലേ? ഇപ്പം ഇല്ല, ഇപ്പൊ 10th ആയിട്ടേ ഉള്ളൂ. 10th ആയിട്ടാണ്. അപ്പം 11th 12th ഇവിടെ നല്ല നല്ല സ്കൂളുകളുണ്ട്. ഇവിടെ പഠിക്കുകയാണെങ്കിൽ ഹി ക്യാൻ ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് ദാസ. അല്ലെങ്കിൽ ഹി നീഡ് ടു അപ്ലൈ ത്രൂ ജോസ, ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി വഴി ചെയ്യേണ്ടി വരും. ഓക്കെ 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 താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പം ദാസ എന്ന് പറയുന്നത് ഒത്തിരി പാരൻസിന് അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറേ ആനുകൂല്യങ്ങളും അവസരങ്ങളും ഒക്കെ UAE-യിലുള്ള സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ അറിയണം. അതിന് നമ്മൾ പ്രോപ്പറായിട്ട് അത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. അപ്പം നിങ്ങൾ റിലേ ചെയ്യേണ്ട വെബ്സൈറ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. ആ ഒരു വെബ്സൈറ്റിൽ മാത്രമുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ റിലേ ചെയ്യണം. കാരണം ഇപ്പം എഡ്യൂക്കേഷൻ പരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-20 വെബ്സൈറ്റ് വരും. അപ്പോൾ അതിലൊന്നും നിങ്ങൾ സെർച്ച് ചെയ്യരുത്. ഇപ്പം NTA-യുടെ JEE അഡ്വാൻസ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ nta.nic.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലാണ് നിങ്ങളത് സെർച്ച് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. അതുപോലെ ദാസയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കിട്ടണമെങ്കിൽ ദാസയുടെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്. ദാസ 2021 അടിച്ചു കഴിഞ്ഞാൽ ദാസ NIT.org എന്ന് പറയുന്നുള്ള വെബ്സൈറ്റ് വരും. അതേപോലെ കീമിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതെ. ഇനി പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എനിക്ക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അറിയാം. ഇനി ഞാൻ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ 10th പഠിക്കേണ്ടത്, പക്ഷേ എനിക്ക് IIT പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് NIT പഠിക്കണം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഞങ്ങൾ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളൊരു പ്രോഗ്രാം ഉണ്ട്. 8th, 9th, 10th ഗ്രേഡിലെ സ്റ്റുഡൻസിനാണെങ്കിൽ ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ്. ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ മാത്തും സയൻസിൻ്റെയും പ്രോപ്പറായിട്ടുള്ള പ്രിപ്പറേഷനാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ കുട്ടികൾക്ക് CBSE എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനും അല്ലെങ്കിൽ സ്കൂൾ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ കൂടെ തന്നെ അവർ ആസ്പയർ ചെയ്യുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനും കൂടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മെഡിസിൻ ഓർ എഞ്ചിനീയറിംഗ്. ഹലോ മാം, പറയൂ. ഇപ്പൊ ഈ ദാസയുടെ കാര്യം പറഞ്ഞില്ലേ, അത് എഞ്ചിനീയറിംഗ് കോഴ്സസിന് മാത്രമല്ലേ ഉള്ളൂ? അങ്ങനെ ധാരാ വിളിക്കുന്നേ? ഞാൻ റെൻസിയ. സ്റ്റുഡന്റ് പേരൊന്ന് പറയാമോ? ഹലോ, സ്റ്റുഡന്റ് പേരൊന്ന് പറയോ? സ്റ്റുഡന്റ് ഷമ. ഓക്കെ. ഷമ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആറൂൺ. ഏതാ ഗ്രേഡ് മാം? ഇപ്പൊ 12th എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റിംഗ് ബാച്ച്. ഓക്കെ. ആളുടെ സ്ട്രീം ഏതാണ്? ബയോമാത്സ്. ബയോമാത്സ്. JEE നോക്കുന്നില്ല. ഏതാണ് നോക്കുന്നത്? നീറ്റാ നോക്കുന്നത്. ഓക്കെ. നീറ്റിന്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് ദാസ വഴി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നീറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് NTA-യുടെ വേറെ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. നീറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ യുണീക്കിൻ്റെ റിസൾട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോച്ചിങ് എടുത്ത സ്റ്റുഡൻസ് ഇന്ത്യയിലെ പ്രീമിയം ആയിട്ടുള്ള ഗവൺമെൻറ് കോളേജസിലും സെൻട്രൽ ഗവൺമെൻറ് കോളേജസിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അഡ്മിഷൻ കിട്ടിയത്. അവർ 720-ൽ 650-യുടെ മുകളിൽ സ്കോർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ചെയ്യേണ്ടത് നീറ്റ് എക്സാമിനേഷന് പ്രോപ്പറായിട്ട് ആളെ പ്രിപ്പയർ ചെയ്യണം. ഞങ്ങളൊരു ബാച്ച് ഇപ്പോൾ ഓൺഗോയിങ് ബാച്ച് ഉണ്ട് 12th ഗ്രേഡിൻ്റെ. ഈ ബാച്ചിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കോഴ്സ് നീറ്റ് എക്സാമിനേഷൻ വരെയാണ്. ഈ പ്രാവശ്യത്തെ കുട്ടികളാണെങ്കിൽ 12th പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 12th ഓൺഗോയിങ് അല്ലേ ആൾ ചെയ്യുന്നത്? അല്ല, ഇപ്പൊ കഴിഞ്ഞ റിസൾട്ട് വെയിറ്റിംഗ് ബാച്ച്. ഓക്കെ. അപ്പം പ്രിപ്പറേഷൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ അല്ലെ എന്ത് ചെയ്തോ? ഇല്ല, സ്റ്റാർട്ട് ചെയ്തില്ല. ഒരു വർഷം ഇപ്പൊ എഴുതുന്നില്ല. കീം ചുമ്മാ ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി എഴുതാന്ന് വിചാരിച്ചു. നീറ്റിന് അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യണം. അല്ല, എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഞങ്ങളുടെയൊക്കെ പരിശ്രമം കൊണ്ട് ഇവിടെ ദുബായിൽ ഞങ്ങളൊരു സെൻറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിനേഷൻ എഴുതണം. ദുബായിൽ നിന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം നമുക്ക് അതിനൊരു പിക്ചർ കിട്ടും. നമ്മൾ വേറെ നാട്ടിൽ പോയിട്ട് എഴുതാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആണ്. ഓഗസ്റ്റ് 6-ാം തീയതി വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യട്ടെ. അപ്പോൾ ആളിന് മനസ്സിലാവും ഈ എക്സാമിനേഷൻ എന്താണ്. കീമും നീറ്റും വളരെ വ്യത്യാസങ്ങളാണ്. നീറ്റ് എക്സാമിനേഷൻ, നീറ്റും കീമും പാറ്റേണും കാര്യങ്ങളും ഡ്യൂറേഷനും ഒക്കെ വ്യത്യാസമാണ്.
അപ്പോൾ നമ്മളിപ്പോൾ മെഡിസിൻ ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ കീം അല്ല നമ്മൾ ചെയ്യേണ്ട നീറ്റ് എക്സാമിനേഷനാണ് എഴുതേണ്ടത്. കീം രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രം മതി. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ് കീം എക്സാമിനേഷൻ എഴുതേണ്ടത്. ഇപ്പോ ഈ പ്രാവശ്യം നമുക്ക് നീറ്റ് ദുബായിൽ എഴുതാനുള്ള സംവിധാനം ഉണ്ട്. ഇപ്പൊ അത് ആദ്യം വിചാരിച്ചിരുന്ന ദുബായിൽ എഴുതാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിലാണ് ഉപേക്ഷിച്ചത്. അത് സത്യമാണ്. കാരണം മുമ്പ് അതായത് കഴിഞ്ഞ വർഷം വരെയും GCEസിൽ സെന്റർ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് അതിനുവേണ്ടി ശബ്ദിച്ചിട്ടുണ്ട്. ഒരുപാട് എക്സാമിനേഷൻ എന്തിനാണ് എഴുതിയത്? സ്കീം ആക്ച്വലി എനിക്ക് പ്രോപ്പർ അവയർനെസ് ഇല്ലായിരുന്നു. ഞാൻ ഓർത്ത് ഫിസിക്സും ഞാൻ ആ സൈറ്റിൽ വായിച്ചത് പ്രകാരം ഫിസിക്സും കെമിസ്ട്രിയും സ്കീം നീറ്റിലേക്ക് ഇത് കൺസിഡർ ചെയ്യുന്ന അങ്ങനെ അങ്ങോട്ട് വായിച്ചിട്ടാണ്. നിങ്ങൾ കീം എക്സാമിനേഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ എല്ലാവരും പ്രേക്ഷകരുടെ എല്ലാവരും ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മെഡിസിൻ ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരൊറ്റ ഒരു എക്സാമിനേഷൻ മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. അത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് NTA കണ്ടക്ട് ചെയ്യുന്ന നീറ്റ് എക്സാമിനേഷൻ ആണ്. അപ്പൊ അല്ല, എന്താണ് കീം, എന്തിനാണ് കീമിന് രജിസ്റ്റർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മളുടെ കോട്ട വരുന്നത്. സ്റ്റേറ്റ് കോട്ട ആസ് വെൽ ആസ് ഓൾ ഇന്ത്യ കോട്ട. അപ്പോൾ നീറ്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഈ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ നമ്മളെ പേര് വരണമെങ്കിൽ കീമിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. കീമിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമ്മളെ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ നമ്മളെ പേര് വരുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കേരളയിൽ നിന്നുള്ളൊരു സ്റ്റുഡൻ്റ് ആണ്. ഞാൻ നീറ്റ് എക്സാമിനേഷൻ എഴുതി കീം രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ എൻ്റെ പേര് ഒബ്വിയസ്ലി കേരള റാങ്ക് ലിസ്റ്റിൽ വരില്ല. കേരള റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ കേരളയിലുള്ള ഗവൺമെന്റ് കോളേജസിലോ അല്ലെങ്കിൽ കേരളയിലുള്ള മറ്റുള്ള കോളേജസിലോ അഡ്മിഷൻ കിട്ടില്ല നമുക്ക്. അപ്പോൾ സീറ്റ് അലോക്കേഷൻ വരുന്നത് അപ്പോൾ 100 സീറ്റ് കേരളയിലുണ്ടെങ്കിൽ 85 സീറ്റ് കേരളയിലുള്ള സ്റ്റേറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്, സ്റ്റേറ്റ് കോട്ടയാണ്. ബാക്കി വരുന്ന 15 സീറ്റ് ഓൾ ഇന്ത്യ കോട്ട. അപ്പം വേറെ ആള് XYZ ആള് ഇപ്പൊ തമിഴ്നാടുമാണ്. തമിഴ്നാടുള്ള സ്റ്റുഡന്റിന് കേരളയിലുള്ള കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കണമെങ്കിൽ ആ സ്റ്റുഡന്റിന് ഓൾ ഇന്ത്യ കോട്ട വഴി മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പുതിയ ഇൻഫർമേഷൻ അല്ല, ഇത് പഴയ ഇൻഫർമേഷൻ ആണ്. കൂടുതൽ അതിനെപ്പറ്റി സെർച്ച് ചെയ്യാത്തോണ്ട് നമുക്ക് അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര അവയർനെസ് പ്രോഗ്രാമുകൾ കണ്ടിന്യൂസ്. ഇപ്പൊ മാമിന് അറിയാലോ, 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ഇതേ ഫ്ലോറിൽ വന്നിട്ട് നീറ്റിനെ കുറിച്ച് കൃത്യമായി സംസാരിച്ചിരുന്നു. പക്ഷെ അന്ന് ഇല്ലാത്തൊരു പ്രത്യേകത അന്നില്ലാത്തൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ GCEസിൽ ആദ്യമായിട്ട് കുവൈറ്റിൽ സെന്റർ അനുവദിച്ചു. ഇപ്പോ വലിയ ഒരു ദുബായിലും കൂടി അനുവദിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് പാരന്റ്സിനും കുട്ടികൾക്കും അവരുടെ ആശങ്കകളും മാറിയിട്ടുണ്ട്. ഒരു വലിയ അവസരമാണ് തുറന്നു കിട്ടിയിട്ടുള്ളത്. കാരണം നാട്ടിൽ പോകണ്ട, ഇവിടെ എഴുതാം. ഒരു ഡൗട്ട് കൂടെ ചോദിക്കട്ടെ. നീറ്റിന്റെ സിലബസ് ആക്ച്വലി ഇവിടെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല, പ്രോപ്പർ ഒട്ടും തന്നെ പ്രിപ്പയർഡ് അല്ല. അപ്പം നീറ്റിന്റെ സിലബസ് ഈ കഴിഞ്ഞ വർഷത്തെ CBSEയുടെ സിലബസ് ആണോ, അതിന് എക്സ്ട്രാ ഉണ്ടോ? 10th എത്രയായിരിക്കും മാർക്ക് വന്നത്? സ്കോർ എത്രയാണ്? ഓവറോൾ 89. ഓക്കെ, അപ്പോൾ ക്ലോസ് ടു 90% ഉള്ള സ്റ്റുഡൻ്റ് ആണ്. അപ്പം സിലബസ് വരുന്നത് 11th ഗ്രേഡിലെയും 12th ഗ്രേഡിലെയും CBSEയുടെ ചാപ്റ്റേഴ്സ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ടോട്ടൽ 11th-ലും 12th-ലും 98 ചാപ്റ്റേഴ്സ് ഉണ്ട്. CBSE 30% ചാപ്റ്റേഴ്സ് വോമിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ചാപ്റ്റേഴ്സ് നിന്നും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് ദി സിലബസ് ആയിട്ട് 95% ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 98% ഓഫ് ക്വസ്റ്റ്യൻസും NCERT തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊരു പുതിയൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൺഡേ ആണ് ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ട്രെയിനാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു ട്രെയിനിൽ കയറുകയാണെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് വരുന്നത് വീക്ക്ലി 12 മണിക്കൂർ ക്ലാസ് ആണ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ 12 to 3 ഫിസിക്കൽ, ഓൺലൈൻ ക്ലാസ്, ഫേസ് ടു ഫേസ് ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നീറ്റിൻ്റെ മോക്ക് എക്സാമിനേഷൻ ഉണ്ട്. നീറ്റിൻ്റെ ഡ്യൂറേഷൻ നമുക്കറിയാം 180 minutes, 180 ക്വസ്റ്റ്യൻ, ടോട്ടൽ മാർക്ക് വരുന്നത് 720 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ളൊരു ക്രാഷ് ഞങ്ങൾ മൺഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ പ്രാവശ്യം ഞാൻ അഡ്വൈസ് ചെയ്യുന്ന പേഴ്സൺ, ഐ എം എ സർട്ടിഫൈഡ് കരിയർ കൗൺസിലർ യുണീക്കിൽ, എല്ലാവരും യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് അഡ്വൈസ് ചെയ്യുന്നത് ഈ പ്രാവശ്യം നിങ്ങൾ എക്സാമിനേഷൻ എഴുതണം. ഈ പ്രാവശ്യം നീറ്റ് എക്സാമിനേഷന് എഴുതി നമുക്ക് ദുബായിൽ തന്നെ സെൻറ്റർ ഉണ്ട്. മാർക്ക് കുറവാണെങ്കിൽ വിൽ ഹാവ് 1 year പ്രിപ്പറേഷൻ.
അപ്പോൾ ആള് നല്ല രീതിയിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ ഒരു വർഷം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആ പ്രോപ്പറായിട്ട് അല്ലല്ല ചെയ്താലാണല്ലോ മാത്രമല്ല ഇതിനൊരു പ്രിപ്പറേഷൻ എടുക്കാൻ നമുക്ക് സമയമുണ്ട്. ഇപ്പോ സെപ്റ്റംബർ 12-നാണ് എക്സാം നടക്കുന്നത്. അപ്പൊ ഇപ്പോഴാണെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാന്നതിൽ യാതൊരു പ്രശ്നമില്ലല്ലോ. എനിക്കറിയുന്ന പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ബോർഡ് 10th ബോർഡിനൊക്കെ 60 to 70% വാങ്ങിച്ച കുട്ടികൾ അവർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് നല്ല സ്കോർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആളിപ്പോൾ ഓൾറെഡി 89-90% അടുത്ത് ബോർഡിൽ സ്കോർ ചെയ്ത് അത്യാവശ്യമുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, അല്ല എന്തായാലും ഒരു ആത്മാർത്ഥമായി കോൺഫിഡൻറ്റോട് കൂടി ട്രൈ ചെയ്യാൻ പറയും. അത് ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. മാത്രമല്ല ചെറിയ പാറ്റേണിൽ ഇപ്പൊ ചെറിയൊരു മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നീറ്റിന്റെ പാറ്റേണിൽ ചെറിയ മാറ്റങ്ങൾ. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ സെന്ററിൽ വന്നു. നമുക്ക് എല്ലാം നമുക്ക് ഈ ഒരു സെഷനിൽ പറയാൻ കഴിയില്ല, വളരെ കുറഞ്ഞ സമയം നമുക്കുള്ളൂ. കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഗൈഡൻസ് കൃത്യമായിട്ട് എഡ്യൂക്കേഷന്റെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ഞങ്ങളെ വെബ്സൈറ്റിൽ എല്ലാത്തിനെ കുറിച്ച് ഞങ്ങൾ ബ്ലോഗ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം, നമ്മൾ ആ ഫ്രീ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. കാരണം ഇവിടെയുള്ള സ്റ്റുഡൻസ് നീറ്റ്, ജെഇ, കീം, എഞ്ചിനീയറിംഗ്, മെഡിസിൻ എൻട്രൻസ് എക്സാമിനേഷന് അവർ റിലേ ചെയ്യുന്ന ഒരു സെന്ററാണ് യൂണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വി വിൽ ക്ലിയർ ദ ഡൗട്ട്സ്. മോസ്റ്റ് ഓഫ് ദ നമ്മളെ സ്റ്റുഡൻസ് ഒരു 60% സ്റ്റുഡൻസ് കേരളൈറ്റ്സ് ആണ്, 40% ഫ്രം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ യു ക്യാൻ കോൾ സോൺ അവർ യൂണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിക്കുക. മൺഡേയിലെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ യു ക്യാൻ ജോയിൻ അവർ ബാച്ച് ഓൾസോ. മാം എവിടെയാണ് ദുബായിൽ? ദുബായിലല്ല, അജ്മാനാണ് അല്ലേ? ഓക്കെ. ഈ ഒരു ബാച്ച് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ആക്ച്വലി വേറെ 1 year കോഴ്സിന് നാട്ടിലൊരു ഇതിൽ രജിസ്റ്റർ ചെയ്തു ഞങ്ങൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പഠിച്ച കുട്ടികൾക്ക് നാട്ടിലുള്ള ക്ലാസ്സസ് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുന്നതിന് മുന്നേ 1-2 ഡെമോ ക്ലാസ് ഒക്കെ എടുത്ത് ആളിന് സാറ്റിസ്ഫൈ. കാരണം ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ഈ ഒരു കരിയർ കൗൺസിലിംഗ് പ്രോഗ്രാം ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ വന്നിട്ട് പറയും, ഞാൻ ഇന്ന കോഴ്സിന് ജോയിൻ ചെയ്തു, അവിടെ എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഒരു ഓപ്ഷനും ഡ്രോപ്പ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസും ഞങ്ങൾ കാണുന്നുണ്ട്. ഓൺലൈൻ പിന്നെ കോഴ്സുകളൊക്കെ എടുത്ത് അത് പ്രോബ്ലം ആവുന്ന തിരിച്ചു വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. നമ്മൾ മാത്രം നല്ലതെന്ന് പറയുന്നില്ല, പക്ഷെ അതുകൊണ്ട് തന്നെ കൃത്യമായി ഡെമോ ക്ലാസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ഡിസിഷൻ എടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ ദാസ ഒരു ഹോട്ട് കേക്കാണ്. അപ്പം ദാസയുടെ അഡ്വാൻറ്റേജ് എല്ലാ പാരൻസും എടുക്കുക. ദാസയുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ജെഇ മെയിൻ്റെ മാർക്ക് വഴിയാണ്. ദാസയുടെ വെബ്സൈറ്റിൽ PGയുടെ സീറ്റ് മെട്രിക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജെഇ മെയിൻ്റെ 3-4 സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 1st വീക്കിൻ്റെ ഉള്ളിൽ ദാസയുടെ പുതിയ സീറ്റ് മെട്രിക്സ് അവർ പബ്ലിഷ് ചെയ്യും. അതിൽ നമുക്ക് മനസ്സിലാവും ഓരോ കോളേജുകളിൽ, ഇപ്പോൾ NIT കാലിക്കറ്റ് ആണെങ്കിലും NIT വാറങ്കലാണെങ്കിലും സൂറത്കല്ലാണെങ്കിലും എത്ര സീറ്റ്സ് ആണ് ദാസ വഴി അലോട്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലാവും. അതുവഴി നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതിനുള്ള അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം പ്രിപ്പയർ ചെയ്യേണ്ട ഒരു രീതിയെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 8th, 9th, 10th കുട്ടികളാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ ഒരു 3 സബ്ജക്റ്റാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ മെഡിസിൻ ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഞങ്ങളെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ഞങ്ങൾ ബയോളജിയും മാത്തും 2 കുട്ടികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ബെനിഫിറ്റ്സ് കുറേയാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് CBSE എക്സാമിനേഷൻ അവർക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. കാരണം ഈ ഒരു പ്രിപ്പറേഷൻ പ്യുവർലി ബേസ്ഡ് ഓൺ CBSE ചാപ്റ്റേഴ്സാണ്. പിന്നെ ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവരെ സ്പീഡും കാര്യങ്ങളൊക്കെ വളരെ കൂടും. പിന്നെ മൂന്നാമത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കോള് ചെയ്ത പാരൻസുകൾ അല്ലെങ്കിൽ കോള് ചെയ്ത രക്ഷിതാക്കൾ അവരെ കുട്ടികളൊക്കെ 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോഴും അവർക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് നീറ്റ് എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യേണ്ടത്, കീം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കരിയർ കൗൺസിലിംഗ് സെഷൻസ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹെൽപ്പിനും യു ക്യാൻ റിലേ ആസ് യൂണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ. ഞങ്ങളെ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് NIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സ് ആണ് ഞങ്ങളെ ക്ലാസ് എടുക്കുന്നത്. ഫുൾ ടൈം ടീച്ചേഴ്സാണ്. ഞങ്ങളെ സെൻറ്ററിലുള്ള കരിയർ കൗൺസിലേഴ്സ് എല്ലാവരും സർട്ടിഫൈഡ് ആയിട്ടുള്ള കരിയർ കൗൺസിലേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട്സും അക്കാദമിക്കും ഒരു കുടക്കീയിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും.
പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാമിനേഷനാണ്. അപ്പോൾ എക്സാമിനേഷന് പ്രോപ്പർ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇങ്ങനെയുള്ള ഒരു നല്ലൊരു പ്രിപ്പറേഷനാണ്. ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് ഞങ്ങൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മണിക്കൂറാണ്, 8th 9th 10th. അതുപോലെ തന്നെ 10th ഗ്രേഡിന് ചിലപ്പോൾ ഒരു 1.5 മണിക്കൂർ എക്സ്ട്രാ വരും. എല്ലാ വീക്കിലും എക്സാമിനേഷൻ ഉണ്ടാവും. 11th 12th പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഡ്യൂറേഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11th ഗ്രേഡിന് അറൗണ്ട് 11 hours ക്ലാസ് പെർ വീക്ക് പ്ലസ് 3 hour എക്സാമിനേഷൻ. അതിൻ്റെ കൂടെ തന്നെ CBSEയുടെ ഡിഫറെൻറ്റ് എക്സാമിനേഷൻ വരും. ഞങ്ങൾ ഈ ഒരു കോച്ചിങ് എടുക്കുന്ന കുട്ടികൾക്ക് വേറെ ട്യൂഷനോ വേറെ ക്ലാസ്സിനോ പോകേണ്ട ആവശ്യമില്ല. അത് ഞങ്ങളെ ഭാഗത്ത് തന്നെ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യും. ഇനിയിപ്പോൾ ഈ ഒരു സെഷനിൽ വിളിച്ചിട്ട് കിട്ടാത്തവരോ അതുപോലെ തന്നെ ഈ സെഷൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ എല്ലാവരും ഷെയർ ചെയ്യുക. UBL TVയുടെ വെബ്സൈറ്റിൽ UBLൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ ഒരു സെഷൻ അവർ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഈ സെഷൻ കാണുന്ന വിദ്യാർത്ഥികൾക്ക് മെഡിസിൻ, എൻജിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വറീസിനും നിങ്ങൾക്ക് വിളിക്കാം. ഞങ്ങളെ വിളിച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. കാരണം ഇവിടെ സ്കൂളിൽ വിളിച്ചു കഴിഞ്ഞാൽ സ്കൂൾ ടീച്ചേഴ്സിനോ അതുപോലെയുള്ള വേറെ ട്യൂഷൻ ക്ലാസ്സിലോ അവർക്കൊന്നും ഇതിൻ്റെ ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന UAEയിലെ ഏക സ്ഥാപനം എന്ന് പറയുന്നത് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ അത്രയും ഒരു പാരമ്പര്യമുള്ള സ്ഥാപനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളെ വെബ്സൈറ്റിലും ഞങ്ങളെ ഫേസ്ബുക്കും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാമിന് ആവശ്യമുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസും കോച്ചിങ്ങും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. കാരണം ചില ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ കൃത്യമായി പ്രിപ്പയർ ചെയ്യുന്നവരോട് മാത്രമാണ് അവരുടെ ഒരു ഡ്രീം കരിയറിലേക്ക് അവർക്ക് എത്താൻ പറ്റുള്ളൂ. ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ കൂടുതൽ പാരൻസും പിന്നെ കൂടുതൽ കൺസേൺ കാണുന്നത് ഒരു ക്വാളിഫൈ എക്സാമുകൾ, ബോർഡ് എക്സാം അങ്ങനത്തെ കുറിച്ച് മാത്രമാണ്. പക്ഷെ അത് വേണ്ടെന്നല്ല, അത് നല്ല പ്രിപ്പറേഷൻ വേണം. അതേസമയം ഇത്തരം ഇപ്പോൾ നീറ്റ് ആണെങ്കിലും ഇപ്പോൾ IIT JEE ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള പ്രിപ്പറേഷനും വളരെ എന്താ പറയുക ശക്തമായിട്ട് തന്നെ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊടുത്താൽ മാത്രമാണ് അവരുടെ കരിയർ ഏറ്റവും അവരുദ്ദേശിച്ച രീതിയിൽ എത്താൻ പറ്റുള്ളൂ. മനസ്സിലാക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് കരിയറിലെത്താം. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ എഞ്ചിനീയറിങ്ങിന് പോകുന്ന ഇപ്പോൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടുകയും വേറെ ഏതെങ്കിലും അവർ ആഗ്രഹിക്കാത്തൊരു മേഖലയിൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം മാറ്റിയിട്ട് എപ്പോഴും അവർ ഉദ്ദേശിച്ച ഡ്രീമായിട്ടുള്ള മേഖലയിൽ തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പരമാവധി അഡ്മിഷൻ ലഭിക്കാൻ ശ്രമിക്കണം. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിഷനും പ്ലാനിങ്ങും വെച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്ന് പറയുന്നത് നല്ല എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കരിയറാണ്. നല്ല പ്രീമിയം ആയിട്ടുള്ള കമ്പനീസിൽ റിക്രൂട്ട്മെൻറ്റും പ്രോസസ്സും കാര്യങ്ങളും ഞങ്ങൾക്ക് തന്നെ അറിയാം. ഞങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച കുട്ടികൾ NITയിലും IITയിലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ട് അവർ ഇന്ത്യയിലും അതേപോലെ തന്നെ ഫോറിൻ US-ലും UK-ലും ഒക്കെയുള്ള കമ്പനീസിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളെ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആധികാരികമായിട്ട് ഈ കാര്യം പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു സെഷന് പുറമെ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ ഫേസ്ബുക്കിലും വെബ്സൈറ്റിലും നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പർ അവൈലബിൾ ആണ്. നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്താലും മതി. നിങ്ങളെ ക്വറീസും കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൗൺസിലേഴ്സ് ക്ലിയർ ചെയ്യും. അപ്പം അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഒരിക്കലും ഇത് വെറുതെ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാനല്ല എന്ന് വിചാരിച്ചിട്ട് വിളിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സപ്പോർട്ടും തരാൻ ഇവിടെയുള്ള മലയാളികൾക്ക് ഒരു താങ്ങും തണലായിട്ട് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ എപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങൾ എല്ലാ ക്വറീസും എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രോപ്പറായിട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റിലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ നമ്മുടെ നമ്പേഴ്സ്, സർട്ടിഫൈഡ് കരിയർ എക്സ്പേർട്ടുകളുടെ നമ്പേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മൾ സെൻറ്ററിൽ വിസിറ്റ് ചെയ്യാം. കരാമയിൽ അൻസാർ ഗാലറി ബിൽഡിങ്ങിലാണ്, ഹംസ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ് ഉള്ളത്. അതുപോലെ തന്നെ കിസൈസിൽ നമുക്ക് ഒരു ബ്രാഞ്ച് ഉണ്ട്. അബുദാബിയിലെ ഹംദാൻ സ്ട്രീറ്റിൽ നമുക്ക് ബ്രാഞ്ച് ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ അഡ്രസ്സ് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പേർട്ടുകളെ വിളിക്കാം, നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ അറിയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.